തലേദിവസം രാത്രി കിടന്നപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ എഴുന്നേറ്റത് 7 മണിക്കാണേ. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ കാണിച്ച മനസ്സ് ഞാൻ ആലോചിക്കുമോ, ഒട്ടും സമയമില്ല. 8:30 പിള്ളേരുടെ വണ്ടി വരും. എന്നിട്ട് ഞാൻ വീഡിയോയുടെ മുമ്പിൽ നിന്ന് താതേ തുള്ളിക്കൊണ്ടിരിക്കും. അതോ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് കേട്ടിട്ടില്ല. അതിൻ്റെ ഒരു വേറെ വേർഷൻ. ഇവിടെ നിന്ന് ആന കളിക്കുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷിനെ ഞാൻ ആവി പിടിപ്പിക്കുന്നതാട്ടോ കാണണേ. ആദ്യം ശിവാനിക്കായിരുന്നു പനി. ആ പനി എനിക്ക് പറഞ്ഞു. എൻ്റെ ക്ഷീണം മാറി ഓക്കെ ആവുന്നേ ഉള്ളേ. അതിനത് കുഞ്ഞാറ്റയ്ക്കും കിട്ടി. ശിവാനെ കുളിപ്പിക്കാൻ ഞാൻ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ രഞ്ജിത്ത് ഇന്നലെ കൂടെ എന്നോട് പറഞ്ഞുള്ളൂ കൊച്ചിനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത്. പക്ഷേ റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. എനിക്കറിയാം പച്ചവെള്ളം തലയിൽ വീണ് ഈ കാലാവസ്ഥയിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ പിറ്റേ ദിവസം തുമ്മലും ചുമയും പനിയും തുടങ്ങും. അതുകൊണ്ടാണേ. കണ്ടോ കുഞ്ഞിക്കുരുപ്പിൻ്റെ തല കണ്ടോ? രാവിലെ വന്നിരിക്കണം എന്തോ ഒരു ഫുഡ് ഇടണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. അവൾ രാവിലെ തൊട്ട് ഒന്നും കഴിക്കത്തില്ല. അവൾക്ക് രാവിലെ തീരെ വിശപ്പ് കുറവാണേ. തോന്നിയാൽ മാത്രമേ അവൾ ഫുഡ് കഴിക്കത്തുള്ളൂ. അവൾക്ക് കോഫി മതി. പാലൊഴിച്ചിട്ടുള്ള കോഫി. വെറും കോഫിയല്ല. ഞാൻ പെട്ടെന്ന് പാത്രത്തിൻ്റെ അടപ്പെല്ലാം തിരിഞ്ഞു പോയി രാവിലത്തെ ധൃതി പിടിച്ച് മീനാക്ഷി അത് കണ്ടുപിടിച്ച്. അല്ലെങ്കിൽ ഇന്ന് പിള്ളേർ 2 കളറുള്ള പാത്രമായിട്ട് പോകേണ്ട വന്നേനെ. ശിവാനിനെ എന്നും രാവിലെ തല നനച്ച് കുളിപ്പിക്കുക. വൈകിട്ടും അങ്ങനെ തന്നെ. മുടി ഉണങ്ങത്തൊന്നുമില്ലെങ്കിൽ ഞാൻ കെട്ടി കൊടുത്തു വിടും. മുടി നശിച്ചു എന്നൊക്കെ അറിയാം. പക്ഷേ എന്നെ ചെയ്യാനാ. പിന്നെ രാവിലെ മീനാക്ഷി കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ കുളിക്കാൻ നേരത്തെ പ്രത്യേകം പറഞ്ഞ മീനും രാവിലെ മേല് എഴുതത്തേയുള്ള തല നനയ്ക്കരുത്, ഒട്ടും വെള്ളം വീഴരുതെന്ന്. പക്ഷേ എങ്ങനെയോ തലയിൽ വെള്ളമായിപ്പോയി. അതിൻ്റെ രാവിലെ ഒരു ബഹളമായിട്ടൊക്കെ കാണുന്നത്. ഒന്നാമത് പനിയുമാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് ഇന്ന് കൊടുക്കുന്നൊരു ഉപദേശം, എപ്പോഴും നമ്മൾ 5 മിനിറ്റ് മുമ്പ് റെഡിയായി വന്ന് നിൽക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല മറ്റുള്ള പിള്ളേർ ഇവരെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി വണ്ടി കയറിയിരിക്കുന്നവരാണ്. നമ്മൾ താമസിച്ച് കഴിയുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. വണ്ടി ഇങ്ങനെ ഹോണടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഇന്ന് എനിക്ക് ഒത്തിരി തുണി മടക്കാനുണ്ട്. ഇന്നലെ രാത്രി അലമാരിലിരുന്ന തുണിയെല്ലാം ഞാൻ വെളിയിലെടുത്തിട്ടു. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല മടക്കി വെക്കാനായിട്ട്. ഇന്നിനി അതിൻ്റെ എല്ലാം പുറകെ പോകണം. ഇന്നങ്ങനെ കുറച്ച് തിരക്കുടിച്ച ദിവസം. അതുകൊണ്ട് രാവിലെ പണികളെല്ലാം ഒതുക്കണം. കണ്ടോ ഇത്രയും തുണി എന്നെ നോക്കിയിരിപ്പുണ്ട്.